ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2058. ഇന്ന് ഓഗസ്റ്റ് മാസം 19-ാം തീയതി 231-ാമത്തെ ദിവസത്തിലെത്തി. പരീശന്മാരും സാദൂക്യരുമൊക്കെ യേശുവിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അവന്റെ ശിഷ്യന്മാരെ ഉന്നം വെച്ചാണ്. ശരിക്കും അവരെ അപമാനിക്കാൻ തന്നെയാണ്. അവരെ സമൂഹത്തിൽ തീർത്തും തകർത്ത് കളയാൻ, ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ പ്രാരംഭ ഭാഗം. നിന്റെ ശിഷ്യന്മാർ പൂർവ്വപിതാക്കന്മാരുടെ പാരമ്പര്യം ലംഘിക്കുന്നത് എന്തുകൊണ്ടാണ്? ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അവർ കൈകൾ കഴുകുന്നില്ലല്ലോ. പൂർവികരുടെ പാരമ്പര്യം ലംഘിക്കുക എത്രയോ വലിയ തെറ്റാണ്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈകൾ കഴുകാതിരിക്കുക ആർത്തിപ്പണ്ടാരങ്ങൾ നമ്മുടെ നാട്ടുഭാഷ ഉപയോഗിച്ചാൽ. ഈ ഒരു അപമാനം അവന്റെ ശിഷ്യന്മാർക്ക് മാത്രമല്ല, അവരിൽ നിന്ന് ഗുരുവിലേക്കും കൂടി എത്തുന്നുണ്ട്. യേശു എത്ര വിദഗ്ധമായിട്ടാണ്, സമൃദ്ധമായിട്ടാണ് തന്റെ ശിഷ്യന്മാരെ ഒന്ന് ചേർത്ത് പിടിച്ചതും പൊതിഞ്ഞു പിടിച്ചതുമൊക്കെ. ഇത്രത്തോളം വലിയ ഒരു സാമൂഹിക അപമാനത്തിൽ നിന്ന്, അവഹേളനത്തിൽ നിന്ന് വളരെ ബുദ്ധിപൂർവം അവരെ കരുതുകയാണ്. യേശുവിനെ കുറിച്ച് നമുക്ക് ഏതാണ്ട് ഒട്ടുമിക്ക കാര്യങ്ങളും അറിയാം. അങ്ങനെയാണ് ഒരു ഭാവം, നമ്മുടെ ഒരു തോന്നല്, വെറും വിശ്വാസം. ഒട്ടും നമ്മൾ യേശുവിനെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യത്തിൽ നമ്മൾ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം. ചെറിയ ചെറിയ കാര്യങ്ങളിൽ മനുഷ്യരെ വിട്ടുകളയാത്ത ആളായിരുന്നു ക്രിസ്തു യേശു. നമ്മളാവട്ടെ വലിയ വലിയ കാര്യങ്ങളൊന്നും വേണ്ട, എപ്പോ വേണമെങ്കിലും ആരെയും വിട്ടുകളയാൻ നമ്മൾ തയ്യാറാണ്. ഓരോ മനുഷ്യനും എന്തുമാത്രം ആളുകളുമായി ഓരോ ദിവസവും സമ്പർക്കങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. പദവി കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും എത്രയധികം ആളുകളോടൊപ്പം ഓരോ ദിവസവും എല്ലാവരും ചെലവഴിക്കുന്നുണ്ട്. അവൽ ഒരാളെയെങ്കിലും ഒന്ന് ചേർത്ത് പിടിക്കാനായിട്ട്, ഒരാളുടെയെങ്കിലും കരം പിടിക്കാനായിട്ട് കഴിയുന്നുണ്ടോ? സാമൂഹിക പരിഷ്കർത്താവാകാനോ ആൾക്കൂട്ടത്തിന്റെ നായകനാകാനോ ഒന്നും എല്ലാവർക്കും കഴിഞ്ഞെന്ന് വരില്ല. മിക്കവർക്കും തന്നെ അവസരം കിട്ടിയെന്നും വരില്ല. പക്ഷേ ചിലതുണ്ട്. ചില ജീവിതങ്ങളെങ്കിലും, അല്ല ഒരു ജീവിതത്തെയെങ്കിലും, ആ ജീവിതത്തിനകത്തൊരു വഴിത്തിരി ഉണ്ടാക്കാനായിട്ട് ഒരു പക്ഷെ ഒന്ന് ശ്രമിച്ചാൽ പറ്റും. ജീവിതം മാറ്റിമറിക്കണമെന്നൊന്നുമില്ല. ആവശ്യ നേരത്ത് ഒരു കൈത്താങ്ങായാൽ മതി. അവിടെയാണ് ക്രിസ്തുയേശുവിന്റെ അനുകമ്പയോ കരുണയോ മനുഷ്യനോടുള്ള സഹാനുഭൂതിയോ നമുക്കിതുവരെ പിടുത്തം കിട്ടാത്തത്. എപ്പോഴാണ് നമുക്ക് ഇതൊക്കെ ഒന്ന് പിടുത്തം കിട്ടുക? പ്രാർത്ഥനയോടുകൂടി. ആമേൻ.